ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ബിറ്റ് കോയിനിലൊരു ഡേ ട്രേഡാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ സാധാരണയായിട്ട് ഡേ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ കൂടുതലും സ്വിംഗ് ട്രേഡ്സ് ആണ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, ക്ലിയർ ആയിട്ട് അവിടെ കാണാനായിട്ട് പറ്റും. ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് സ്വിംഗ് ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി ഓരോ ചെറിയ ട്രേഡ്സാണ് ഇപ്പോൾ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഡെയിലി ട്രേഡ് ചെയ്യാൻ നേരത്ത് ഞാൻ പ്രധാനമായിട്ടും നോക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്ത 4 അവർ ക്യാൻഡിൽ ഏതൊരു ഡയറക്ഷനിലേക്കായിരിക്കും പോവുക. ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത്ര നേരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽസ് ആയിരുന്നു ഇവിടെ ഫോം ആയിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിനുശേഷം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള 2 ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ആകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ചെറിയ വളരെ വീക്കായിട്ടുള്ളൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 4 അവർ ക്യാൻഡിൽ ഏത് രീതിയിൽ ഫോം ചെയ്യും എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വളരെയധികം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് വരും. വേണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, സോ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ താഴേക്ക് പ്രതീക്ഷിക്കാമെന്ന് വേണമെങ്കിൽ പറയാമെന്നിരുന്നാൽ പോലും നമുക്കൊരു കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ, ഈ ഒരു ചാർട്ട് നോക്കിക്കൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ബട്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഞാനിവിടെ ഒരു ട്രേഡ് എടുക്കാണ്ട് പോകുന്നത്. ഓക്കെ, ഞാൻ കൂടുതലും ഈ ഒരു ഡേ ട്രേഡ്സ് എല്ലാം തന്നെ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ്സിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നൊരു ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ബെയറിഷ് ആയിട്ടുള്ള ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കൊണ്ട് താഴേക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഞാൻ ഒരു ഡയറക്ഷനിൽ ഏത് രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 5 മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓൾറെഡി ഇവിടെ ഇത് ഒരു എന്താ പറയുക, ഇതൊരു സപ്ലൈ സോൺ ആയിരുന്നു. ആൻഡ് ആ ഒരു സപ്ലൈ സോണിൽ നിന്നും ഓൾറെഡി ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു എൻട്രി എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഹൈ, അതായത് പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈനെ പിന്നീട് പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ലോവർ ലോ, അതായത് ഈ ഒരു ലോയിനെ സ്വിംഗ് ലോയിനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടൊരു ലോവർ ലോ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചറിലൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിരുന്ന മാർക്കറ്റ് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസിലേക്ക് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലോയും ഈ ഒരു ഹൈ ആൻഡ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ഒരു ഫിബൊനാച്ചി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റോട് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ലോയിലേക്ക് ഞാൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റോട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സോണിൽ നിന്നും ഒരു റിജക്ഷൻ നമുക്ക് താഴേക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ സോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് FVG എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് ഈ ഒരു ഇൻഡിക്കേറ്ററും പറയുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ എൻ്റെ എൻട്രി നോക്കാൻ പോകുന്നത്. ഒരു ഷോർട്ട് പൊസിഷനാണ് നോക്കാൻ പോകുന്നത്. കാരണം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു ഗോൾഡൻ ലെവലിൽ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഗോൾഡൻ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഷോർട്ട് പൊസിഷനാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും. ഞാനൊരു 0.5നും 0.618നും ഇടയിലായിട്ടാണ് ഞാൻ എൻ്റെ എൻട്രി വയ്ക്കുന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ അതിൻ്റെ ഇടയിലാണ് ഒരു എൻട്രി വയ്ക്കുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാനൊരു 0.786 എന്ന് പറയുന്ന ലെവലിന് കുറച്ച് മുകളിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ട്. ആൻഡ് ടാർഗറ്റ് ഞാനൊരു -0.27 എന്ന് പറയുന്ന ലെവലിലേക്ക് ഞാൻ എൻ്റെ ടാർഗറ്റിന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു 3 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡേ ട്രേഡ്സ് എല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റിസ്ക് റിവാർഡാണ് ഈ ഒരു 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ ബിങ്ങെക്സിലാണ് ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ അതിൻ്റെ പൊസിഷൻ സൈസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അക്കൗണ്ട് ബാലൻസോട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ ഒരു 2% ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ എൻട്രി പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ എൻട്രി പ്രൈസ് ഇവിടെ നിന്ന് എടുക്കാം. എൻ്റെ എൻട്രി പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഞാനിവിടെ
കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ബിറ്റ് കോയിൻ 0.7 ക്വാണ്ടിറ്റി ഓഫ് ബിറ്റ് കോയിൻ നമ്മൾ ഒരു ട്രേഡ് എടുക്കണമെന്ന് കാണിക്കുന്നുണ്ട്. സോ ഞാൻ 0.7 ക്വാണ്ടിറ്റിയാണ് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റിവേഴ്സ് കോപ്പി ചെയ്യുന്നു. ദെൻ ഞാനിവിടെ ആ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് കൊടുക്കുന്നുണ്ടോ, നമുക്ക് ഷോർട്ട് പൊസിഷനാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഷോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺഫേം കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ആൻഡ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. സോ ടാർഗറ്റായിട്ട് വരുന്നത് ഒരു 60,758 സോ അത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു $288 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ആൻഡ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് 61,301 സോ അത് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു $95 ആയിരിക്കും നമുക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ലോസ് വരുന്നത്. ഓക്കെ, ഞാൻ കൺഫേം കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത്. നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു നമ്മുടെ ട്രേഡിംഗ് പ്ലാനിനനുസരിച്ചുള്ള എൻട്രി ആൻഡ് എക്സസ് എല്ലാം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഈ ഒരു ട്രേഡ് ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേണമെങ്കിൽ സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. സോ ഞാനതാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ആകുന്നത്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ അനാലിസിസ് പ്രകാരം തന്നെ മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡ് ഇവിടെ വിന്നായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റായിട്ടുള്ള കാണാൻ പറ്റും. ഞാൻ ഈ ഫിബൊനാച്ചി റൂൾ ഒന്ന് കളയട്ടെ. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ജസ്റ്റ് നമ്മുടെ ടാർഗറ്റിൽ ഹിറ്റായിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലൂടെ ഫോം ആവുന്നത് കാണാൻ പറ്റുന്നത്. ഞാൻ അലർട്ട് കളയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡ് ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ട്രേഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു $289 നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 6.67% പ്രോഫിറ്റാണ്. $289 പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു അനാലിസിസ് ആയിരുന്നു. സോ ഇതുപോലത്തെ കൂടുതൽ ഡേ ട്രേഡിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, ലൈവ് ട്രേഡിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ ഇതുപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.